നമ്മുടെ സാബുന്റെ അടിപൊളി അടാർ കല്യാണം അപ്പൊ ചങ്ങന്മാരെ സാബുവിന്റെ കല്യാണമാണ്. അടുപ്പിച്ചാനുള്ള പരിപാടി. അടുപ്പിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങൾ എങ്ങനെയും മാറ്റാൻ പറ്റും എന്നുള്ള പരിപാടിയിലാണ് ഇപ്പൊ ചെക്കന്മാര്. 2 സ്പ്രേ കുപ്പി, അതേമാതിരി 2-3 ഗ്ലാസ്, പിന്നെ അതുമാതിരി ചീർപ്പ്, പൗഡർ ഒക്കെ കാണാനില്ലാതെ എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓൻ പറയണ്ട ആ പൗഡറെങ്കിലും ഏൽപ്പിച്ചണമെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്കിലും നിങ്ങൾ ആരെങ്കിലും തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ ചെക്കനോട് മാറ്റിച്ചാൻ തുടങ്ങിയാലോ. അപ്പൊ കല്യാണത്തിന്റെ പരിപാടിയിൽ ആദ്യം നമുക്ക് നിക്കാനപ്പം നമ്മൾ വൈറ്റ്മലാണ് കളി. അപ്പൊ നമ്മളെ ബ്ലോഗറാട്ടാ നമ്മളെ ചെക്കനെ ഒരുക്കണത്. മേക്കപ്പ് ഒക്കെ ബ്ലോഗർ ഏറ്റെടുത്തുക്കണം. അങ്ങനെ പുതിയാപ്പിള ഇറങ്ങി ദുബായൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിള വണ്ടി കാത്ത് കണ്ടാ പുതിയാപ്പിള കാറിൽ കയറ്റിക്കാണ്ട് നമ്മളെ കാറിലും കയറ്റി നമ്മളാണ് പോവാണേ. ഇറങ്ങിയതിട്ടാ സഞ്ജിത പറയാനുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആകെ വിട്ടു സോറിന്റെ എന്തിനല്ലേ ഫോണൊക്കെ വീഡിയോ എടുക്കാണ്ട് ഞങ്ങളാണ്ട് ഇറങ്ങി ഞങ്ങളല്ല മുമ്പിൽ ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ ഡ്രസ് ഇട്ടിട്ടുള്ളൂ. നിക്കാഹ് ഏതായാലും ഓല പള്ളിക്കൽ വെച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്ത് നിക്കാണ്ട് കഴിഞ്ഞ് നമുക്ക് ഫോണേ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിക്കാണ്ട് കഴിഞ്ഞു. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു പുതിയാപ്പിളിന്റെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ മുതലാണ് നല്ല പള്ളർച്ച് തിന്നാൻ പറ്റും. പുതിയാപ്പിൾക്ക് ഇട്ട് കൊടുക്കണതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഏത് അതിന്റെ അടി കൂടെ അവന്റെ ഒരു മെയിൻ ആവില് ഫുഡൊക്കെ ഏതായാലും അടിപൊളി ഇട്ടാ ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ പുതിയാപ്പിൾക്ക് പെണ്ണിനൊന്ന് കാണണം. എന്നാ പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ അതും കഴിഞ്ഞ് 2 ഫോട്ടോ ഒക്കെ എടുത്ത് കാണും. നമ്മൾ നേരെ ഇങ്ങോട്ട് നമ്മളെ നാട്ടിക്ക് ഇബനും ഇവന്റെ ഒരു കണ്ണാടിയും. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. കാറ്ററിങ്ങിന്റെ പിള്ളേരാണോന്നും അറിയില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ചെക്കൻ്റെ അടുത്ത ഡ്രസ്സ്, അതായത് നമ്മളെ ഒന്നുകൂടി നമ്മൾ സെറ്റാക്കി വെച്ചുകൊണ്ടല്ലോ, അത് മാറ്റിച്ചാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. എന്താ ഇതെന്ന് ഒരു പൊടുത്തൂല്ല. ഡ്രസ്സിങ് റൂമാണ് ഓഡിറ്റോറിയത്തിലുള്ള. ഇതാണ് നമ്മുടെ പുതിയാപ്പിളിന്റെ അടുത്ത ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് സംഭവം കളറായില്ലേ. അങ്ങനെ പുതിയാപ്പിള ഇറങ്ങി നേരെ വിട്ടു പെണ്ണിന്റെ പേരേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ടിറങ്ങി. അപ്പൊ അവിടുന്ന് ലഘുവായിട്ട് ഇച്ചിരി ഭക്ഷണം. അങ്ങനെ എന്താ ചെയ്ത് നമ്മൾ ഫുഡ് അടി തുടങ്ങിട്ട് അപ്പോൾ നമ്മൾ പുതിയാപ്പിള നമ്മളൊപ്പം എത്തിക്കണോ. ഏജുമ്പല് തെലുങ്കും ബൽഗും ഫോട്ടോ എടുക്കൽ പരിപാടി കേട്ടാ. അങ്ങനെ കളറാക്കി എന്ന് പറഞ്ഞാൽ കളറാക്കി. ഏതാ തിരിച്ചില് ഏതാ കറക്കല്. ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഇവനോട് പറയണേ, എടാ അച്ചുവേ നമുക്കും വേണ്ടടാ ഇതുപോലെ ഒരെണ്ണം.